to Good Food. In this episode, before we get into good food, there are certain things that I want to discuss about the good things in Cochin. So, we are at the High Court. On to my right is the High Court. High Court there is a small forest. It's under the control of the Kerala Forest and Wildlife Department. It's called the Mangalavanam Bird Sanctuary. So this is a big trivia for people who really didn't know, who lived in Cochin for so long, that Kochile or bird sanctuary unda. These are for migratory birds, obviously. അതായത് എന്താ പറയുക, ദേശാടന പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബേർഡ് സാങ്ച്വറി. In the heart of the city. Can you imagine? High Court and the തൊട്ട് സൈഡിലാണ് ഇതുള്ളത്, മംഗളവനം എന്ന് പറഞ്ഞിട്ട്. Meaning, I've lived here for so long but never even knew this, so I thought I should bring this to your notice. അപ്പം എന്താ പറയുക, ഹൈക്കോർട്ടിൻ്റെ അടുത്ത് മംഗളവനത്തിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നത്. സോ ആസ് വി നോ, വി ആർ അബൌട്ട് ഗുഡ് ഫുഡ്, ഗുഡ് ഫ്ലേവേഴ്സ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. This place apparently has Oona, and what is special for Oona is Matti fry. ഇവിടുത്തെ മത്തി ഫ്രൈ ഭയങ്കര ഫേമസ് ആണ്. സോ ഞാൻ പോയിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ പോവാണ് ആൻഡ് പ്രോബ്ലി ഫൈൻഡ് സം മത്തി ഫ്രൈ. This is a shop I said which will give you Oona with matti fry. Okay, the funniest part about this place is this does not even have a name board. ഇവിടെ സാധാരണ എല്ലാ ഹോട്ടലിലെ ഫ്രണ്ടിൽ ഊണ് റെഡിന്നോ കപ്പ മീൻ കറിന്നോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, ഇതൊന്നുമില്ല. ജസ്റ്റ് വൈറ്റ് പെയിൻ്റ് അടിച്ചൊരു ചെറിയ കുടിൽ പോലത്തെ ഒരു സ്ഥലമാണ്, ഓടൊക്കെ വേഞ്ഞിട്ട്. ഇറ്റ് ലുക്സ് വെരി, എന്താ പറയുക, ഒരു ഫോട്ടോസ്റ്റാറ്റ് കട പോലെ. പഴയ കാലത്ത് ഹൈക്കോർട്ടിനൊക്കെ അടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയുടെയൊക്കെ ഒരു ലുക്കാണ്. പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് അല്ല ഉള്ളിലുള്ളത്. യു ഗെറ്റ് ഊണ് ആൻഡ് മത്തി ഫ്രൈ. Come, let's go meet the chef. Hello, namaskaram cheta. Malvika, welcome to Good Food. ഇതാണ് അൽചേട്ടൻ ഫ്രാൻസിസ് പ്ലേസ്. ഈ മംഗളവനത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് മാത്രം കണ്ടുപിടിച്ചു, ഒരു ബോർഡ് പോലും ഇല്ലല്ലോ. അതെന്താ അതിനെ ബോർഡ് വെക്കാത്തെ? ആവശ്യം വന്നിട്ടില്ല, അല്ലാതെ തന്നെ നല്ല തിരക്കാണ്. സോ ഞാൻ ഇവിടുത്തെ മത്തി ഫ്രൈയുടെ രുചിയുടെ വിശേഷം കേട്ടിട്ട് വന്നതാണ്. So tell us about that. എന്താണ് ഇവിടുത്തെ ഊണാണ് കൊടുക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഈ മത്തി ഫ്രൈ എങ്ങനെ ഇത്ര ഫേമസ് ആയത്? ആരെടുത്ത് ചോദിച്ചാലും ഈ മത്തി ഫ്രൈയുടെ കാര്യം പറയാറുണ്ട് ഈ ഹൈക്കോർട്ട് ഏരിയയിൽ വരുമ്പോൾ. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? എത്ര വർഷമായി? 30 വർഷം കഴിഞ്ഞു. 30 വർഷം. ഓക്കെ. അന്ന് മത്തിയധികം പോകില്ലായിരുന്നു, ആൾക്കാർക്ക് വലിയ കഴിക്കുമ്പോൾ ഒരു മത്തി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം പോലെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വർക്കലിൻ്റെ ഗുണം ചേരുവ എല്ലാം ചേർത്തുള്ള ഇതിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടായിരിക്കണം പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വറുത്ത് കൊടുക്കാം. ഓക്കെ. അപ്പം എങ്ങനെയാ പർച്ചേസ് എങ്ങനെയാണ്? വാങ്ങിക്കാൻ പോകുന്നതൊക്കെ എങ്ങനെയാണ്? എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ചമ്പക്കര മാർക്കറ്റിൽ പോയാണ് വാങ്ങിക്കുന്നത്. ചമ്പക്കര അതെവിടെയാണ്? അത് തൃപ്പൂണിത്തുറ. ഓക്കെ. എത്ര കിലോ മത്തി മേടിക്കും? 60 കിലോ ബോക്സ് എടുക്കണം. ബോക്സ് എടുക്കാം 60 കിലോ. ഒരു ബോക്സ് എടുക്കും. പോരെങ്കിൽ പിന്നെ കുറച്ച് ചിൽക്കായിട്ട് വാങ്ങിക്കും. ഒരു ബോക്സിനകത്ത് 60 കിലോ ആണോ? 50 കിലോ. 50 കിലോ ബാക്കി വാങ്ങും. എങ്ങനെയാ അപ്പോൾ വീക്കെൻഡ്സിന് ഇവിടെ കൂടുതൽ കുറവാണോ? കാരണം ഇത് ഒരു വർക്കിംഗ് ഏരിയ ആണല്ലോ. ഇപ്പോൾ ഹൈക്കോർട്ട് ആണെങ്കിൽ ഇപ്പം വർക്കിംഗ് ഡേയ്സിലായിരിക്കുമല്ലോ ഇവിടെ തിരക്ക് കൂടുതൽ. അപ്പം വീക്കെൻഡ്സിന് കുറച്ച് സമാധാനമാണ്. സൺഡേ ആണ്, അത് കാരണം വലിയ തിരക്കില്ലാന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പം ആരാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്? എങ്ങനെ ഈ 60 കിലോ മത്തി? ബാക്കി മീൻ ക്ലീൻ ചെയ്യുന്ന പോലെയല്ലോ, ബാക്കി മീൻ വലിയൊരു മീനാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് കുഞ്ഞു മീനാകുമ്പോൾ അത്രയും സമയം എടുക്കത്തില്ലേ ക്ലീൻ ചെയ്ത്? ആരായി ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ? നമ്മുടെ കടല സൈഡിൽ തന്നെ വീടുകളുണ്ടായി, അപ്പോൾ അവരാണ് അത് ക്ലീൻ ചെയ്ത് തന്നെ വീടുകളിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ. ഓ, അപ്പോൾ അവിടുത്തെ ലേഡീസ് ക്ലീൻ ചെയ്ത്. എത്ര വീടുണ്ട്? 2 വീട്. 2 വീട്. ഇവര് 2 വീട്ടിലുള്ള ആൾക്കാരും കൂടെ ചേർന്ന് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ മാസം അത് അവർ പണിയാണ് അവരുടെ? ഇല്ല, മാസം 1 കിലോയ്ക്ക് 7 രൂപ കൊടുക്കണം. ക്ലീൻ ചെയ്യാനായിട്ട് 1 കിലോയ്ക്ക് 7 രൂപ. ഗ്രേറ്റ്. അപ്പോൾ ഒരു ദിവസം പ്രോബ്ലം 30 കിലോ വെച്ച് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഓരോ വീട്ടുകാർ. അവർക്കും അതൊരു വരുമാന മാർഗം. അപ്പോൾ ഇവിടെ ആരാ കുക്ക് ചെയ്യുന്നതൊക്കെ? ചേട്ടൻ കുക്ക് ചെയ്യോ? ചെയ്യാറില്ല. ആരാ ചെയ്യുന്നത്? ഓക്കെ. എല്ലാരും കാണിക്കുന്നത് ഞാനാ കുക്ക് ചെയ്യണത്. ഈ ചേട്ടന്റെ പേരെന്താ?
ചക്രവാണി ചേട്ടൻ. നീ ചേർച്ചേ? ഹരിദാസ്. ഓക്കെ, അപ്പൊ ചക്രവാണി ചേട്ടനും ഹരിദാസ് ചേട്ടനുമാണ് കുക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ എന്തൊക്കെയാണ്? മത്തി ഫ്രൈ ആണോ? വേറൊന്നുമില്ലേ? മെയിനായിട്ട് മത്തിയാണ്, പിന്നെ കൊഴുവ ഫ്രൈ ഉണ്ട്, എന്റെ ഫേവറേറ്റ് ആണ് കൊഴുവ ഫ്രൈ, പിന്നെ ചൂര എന്ന് പറഞ്ഞ മീനുണ്ട്. ഏറ്റവും കൂടുതൽ വേണം മത്തിയാണ്. മത്തി. അപ്പൊ ഇത് ഫ്രൈഡ് ആണ്, കറിയൊന്നും ഇല്ല. മീൻ കറി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും. ആൻഡ് ദെൻ ചോറും പിക്കിളും ഒരു തോരൻ, അച്ചാറ്, അങ്ങനെ. കറി. എത്രയാണ്? ഹൗ മച്ച് യു ചാർജ് ഫോർ മീൽസിന് 30 രൂപ. മീൽസ് 30. ഓക്കെ. ഫിഷ് ഫ്രൈ വില കൂടിയ റേറ്റ് കൂടിയായിരുന്നു 20, അല്ലെങ്കിൽ നേരത്തെ 15,000. ഓക്കെ. ഇപ്പൊ ഫിഷ് ഫ്രൈയോട് കൂടിയ മീൽസ് ആണ് 50 റുപ്പീസ്. നോർമൽ മീൽസിന്, അതായത് ഫിഷ് കറി മാത്രമുള്ള മീൽസിന് 30 റുപ്പീസ്. ചേട്ടാ, എനിക്ക് ഇന്നത്തെ മത്തി സ്പെഷ്യൽ ഫ്രൈ കാണിച്ചു തരുമോ? ഉണ്ടാക്കി തരുമോ? ശരി, അപ് ടു യു. പിന്നെ പറയാൻ പേര് ഒന്നും പേരിട്ടിട്ടില്ല കടയ്ക്ക്. ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പൊ ഈ മത്തി കഴിക്കാൻ ആൾക്കാർ വരുമ്പോഴത്തേക്ക് പേര് അന്വേഷിക്കൂല. ഓക്കെ, അപ്പൊ ചാളക്കടയിലെ ചാള പ്രിപ്പറേഷൻ തുടങ്ങാം അല്ലേ? ഇതിപ്പോ എത്ര ചാള ഉണ്ട്? ഇതിപ്പോ ഒരു 10 കിലോ ഉണ്ടാവും. ഇത് ചതച്ച മുളകാണ്. ഇത് നമ്മള് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കണതാണ്. അത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ഹരിചേട്ടനാണ് മീൻ ഉണ്ടാക്കാൻ പോകുന്നത്. മുളക് ഇതൊക്കെ കൈക്കണക്കാണോ? എത്ര വർഷമായിട്ട് ഈ ചേട്ടനോട് ഉണ്ടാക്കുന്നു? ഈ ചേട്ടനോ? രണ്ടുപേരും കൂടെ. ഇതിപ്പോ 10 കിലോ എന്ന് പറഞ്ഞല്ലേ ചേട്ടനത്? പാടില്ലേ എന്നും ഈ 60 കിലോ ഒക്കെ കഴിക്കും? നമ്മൾ 5-6 മീൻ കഴിക്കുന്ന പോലെ അല്ലല്ലോ ഇതിങ്ങനെ. 15 കിലോ ഒക്കെ ചിലപ്പോ ഒന്നിച്ചു കൊടുക്കും, ചിലപ്പോ 10 കിലോ കൊടുക്കും. കുഴപ്പമില്ല, കയ്യിൽ മുള്ളൊന്നും കയറില്ല. കൈ മുള്ള അത് ഒരു ബാലൻസ് പോലെ നമ്മൾ കുഴച്ച് ശീലമായോണ്ട് കുഴപ്പമില്ല. ബാലൻസിലാണ് കുഴക്കുന്നത്. അപ്പൊ ഇത് ഇപ്പം എങ്ങനെയാണ്, എന്താ പറയാ, മുളക് കുഴച്ച് പരട്ടിയതിനു ശേഷം ഉടൻ പൊടിമുളക് ഇട്ടിട്ട് ചതച്ച മുളക് ഇട്ട് മഞ്ഞപ്പൊടി, ഉപ്പ് കൂടി ഇട്ട് കുഴക്കുന്നു. അതല്ല, അപ്പൊ കുഴച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം വെക്കും? വെക്കൊന്നുമില്ല, എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പളേ ഇടും. ഇടിയണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടിയണം. സാധാരണ ഇങ്ങനെ കുറച്ചു നേരം വെക്കുന്ന പതിവ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, അപ്പളേ അങ്ങ് ഇടും. ചൂട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പം അടുപ്പത്ത് ചട്ടി വെച്ചു. അപ്പം ഞാനത് ചൂടാവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടുത്തെ ഇപ്പൊ ഞാനിപ്പോ കണ്ടിട്ട് വറ്റൽമുളക് ഇടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും പോയില്ല. അപ്പൊ പിന്നെ എന്താ ഇവിടെ ഇത്ര ടേസ്റ്റ്? ആ വറ്റൽമുളക് പൊടിച്ചതിനകത്ത് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇടിച്ച മുളക് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരുന്നത്. എന്ത് മുളകാണ്? മറ്റേ പിരിയൻ മുളകാണോ അതോ നോർമൽ വറ്റൽ? ഓക്കെ, ഗ്രേറ്റ്. അപ്പം എനിക്ക് തോന്നുന്ന ഉണക്കമുളകാണല്ലേ? ഇതെങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുമോ അതേ വെറുതെ അരയ്ക്കും? ഓക്കെ, വെള്ളമൊന്നും ഒഴിക്കൊന്നുമില്ല. ഓക്കെ, അപ്പം ചൂടായോ? എണ്ണ വെച്ചു. അപ്പോൾ ഇവിടെ മത്തി ഫ്രൈ, കൊഴുവ ഫ്രൈ, ചൂര ഫ്രൈ, ചൂര മീൻകറി മാത്രമല്ല ഇവിടുത്തെ മോര് കറിയും ഭയങ്കര ടേസ്റ്റിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്താണ്? പൊതുവെ ഇവിടുത്തെ ഊണ് ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? എല്ലാം ഫ്രഷ് ആയിരിക്കും, എല്ലാം ചൂടായിട്ട് തന്നെ കൊടുക്കണം. തൈരൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന തൈരാണോ വാങ്ങിക്കുന്നത്? പാക്കറ്റ് തൈര് മേടിക്കും. ഇനി പുതിയ എന്തായാലും ഇപ്പൊ ഇവിടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടുകയാണ്. അപ്പം ഇപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, ഭയങ്കര തിരക്കാണ് എന്നൊക്കെയാണ്. അപ്പം എവിടെയെങ്കിലും വലുതായിട്ട് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് വേറെ ഉണ്ടോ? എവിടെയാണ്?
ഹൈക്കോടതി നേരെ ഫ്രണ്ടില് ഇത് ബാക്ക് സൈഡ് ഹൈക്കോടതിയില. ഓഹോ ഹൈക്കോടതി ഫ്രണ്ടിലുണ്ട് VKV എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. VKV എന്ന് പറഞ്ഞ ഹോട്ടൽ. ആ ഓക്കെ. പക്ഷെ അപ്പൊ എന്നാലും ഇത് ഇവിടെ ഇങ്ങനെ ഇതാണ് ഫേമസ്, പേരില്ലാത്ത ചാളക്കട. അവിടെ ഇതേപോലെ ആകാൻ നോക്കിയിട്ട് എന്തോ പറ്റണില്ല. സെയിം സാധനമായിരിക്കും കൊടുക്കുന്നത് അല്ലേ? ചില സ്ഥലങ്ങളുടെ രാശിയായിരിക്കും അല്ലേ അത്. ചൂടാക്കാണോ എണ്ണ? ഓക്കെ. ആ ഇട്ടോ ചേട്ടൻ ഇട്ടോ. ഞാനിടട്ടെ? മതിയോ? ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും അടി പിടിക്കാണ്ടിരിക്കാൻ. എത്ര നേരം എടുക്കും ഇത്? എടുക്കും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമോ അതോ കുറച്ച്? ഓക്കെ. സാധാരണ എങ്ങനെ സെർവ് ചെയ്യുന്നത്? ഡ്രൈ ആയിട്ടാണോ അതോ കുറച്ച് ജ്യൂസി ആയിട്ടാണോ? ചിലവർക്ക് കൂടുതലും ഡ്രൈ ആണ് ഇഷ്ടം. എല്ലാവർക്കും എനിക്കും ഡ്രൈ ആണ് ഇഷ്ടം. ആണോ? പൊതുവെ മത്തി വറുക്കുമ്പോൾ ഭയങ്കര ഒരു മണം സ്മെല്ല് വരുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സ്മെല്ലൊന്നും അടിക്കുന്നില്ലല്ലോ. ഇവിടെ പുറത്തേക്ക് എന്നെ ഫുള്ള് മണക്കുമോ ഇനിയിപ്പോ മത്തി? പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മത്തി മണം. സാധാരണ ഈ ചാള അല്ലെങ്കിൽ മത്തി ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ വരഞ്ഞല്ലേ ഇടുന്നത്? ഇത് വരഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. നമ്മൾ ആദ്യത്തെ സെറ്റ് എടുത്തു മാറ്റി. അടുത്ത എടുത്തേടാ. ചേട്ടൻ പറയായിരുന്നു രണ്ടാമത്തെ സെറ്റിനാണ് കളറൊക്കെ കാര്യമായിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റിന്ന് കഴിക്കുള്ളൂ. ഇന്ന് രണ്ടാമത്തെ സെറ്റ് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ്. മതിയല്ലോ. ഓക്കെ. ഫിഷ് വേണോ? ഇപ്പോൾ എണ്ണയൊക്കെ പതച്ചു തുടങ്ങിയല്ലേ? അത് ഇട്ട് കഴിയുമ്പോൾ എങ്കിലും 15 രൂപ താവും. അത് കഴിയുമ്പോൾ ഇവിടെ വലിയ മണമൊന്നുമില്ല. പുറത്ത് മണം ഉണ്ടോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാം. ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ട് ഉപ്പുണ്ട്.
അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. സൺഡേ ആണെങ്കിലും നല്ലോണം ക്രൗഡ് വന്നു തുടങ്ങി. ഉള്ളിലുണ്ട് ബഹളം. അപ്പം ഇതാണ് നമ്മുടെ കൊച്ചു മുതലാളി. എന്താണ് പേര്? നിഖിൽ. എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ്? ഏത് സ്കൂളാണ്? ക്യാമ്പിൾ. ഇഷ്ടമാണോ? കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? ആ, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? എന്തുണ്ടാക്കും? അങ്ങനെയൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലേ. ചോറ് വന്നോ? ഇവിടെ എന്തൊക്കെയാ? മോരും സാമ്പാറും മീൻ ചാറും. ഇത് ചൂരയുടെ മീൻ്റെ ചാറാണ്. ഓക്കെ. കഴിക്കുന്നില്ലേ ചേട്ടൻ? നല്ല എരിവുള്ള കറിയാണ്. There comes the ചാള. വലിയ ചാള വാങ്ങിക്കൊടുക്കാൻ. എനിക്ക് കുഞ്ഞു ചാള ഇഷ്ടം. ഓക്കെ, താങ്ക് യു. ഇത്ര വേണ്ട, മതി. ആ, കൊഴുവ ഇഷ്ടമാണ്. കുറച്ച് ഉപ്പ് മുന്നിട്ടാണ്. എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു എൻ്റെ ടേസ്റ്റ്. എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ആ പൊടി ഭയങ്കര ടേസ്റ്റാണ്. ഇത് കൊഴുവ അല്ലേ? ഇത് മൈ ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര മണി വരെ ഉണ്ട് ഇത്? രാവിലെ എത്ര മണിക്ക് തുടങ്ങും? എത്ര മണി വരെ കഴിയും? 6 തൊട്ട് ഊണ് കൊടുക്കുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ അവിടെ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ കൊടുക്കുന്നത്? വെജിറ്റേറിയൻ ആണോ? ബീഫ് ചിക്കനൊക്കെ ഉണ്ടാവും. ഓക്കെ. മീനുണ്ടാവും രാവിലെ? ഓ, അപ്പമൊക്കെ ഉണ്ടാവോ? Great. I'm just gonna enjoy the rest of my meal. അപ്പം ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഊണും ഒരു 3 പീസ് മത്തി ഫ്രൈയുമാണ്. So I'm gonna enjoy the rest of my meal. It was fun shooting here. ചേട്ടൻ്റെ മത്തിക്കറി അടിപൊളിയാണ്. അതായത് മത്തി വറുത്തത് അടിപൊളിയാണ്. ഷുഡ് കം ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. ഹൈക്കോർട്ടിൻ്റെ സൈഡിലുള്ള മംഗളവനത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ്. ദിസ് നോ ബോർഡ്. എന്താ പറയുക, ഒരു വൈറ്റ് ബിൽഡിംഗ് ആണ്, ചെറിയൊരു ബിൽഡിംഗ് ആണ്. കം ആൻഡ് ട്രൈ ഔട്ട് ദ മത്തി ഫ്രൈ ഹിയർ. ഇറ്റ്സ് വെരി നൈസ്. So I hope you guys enjoyed watching. Thanks so much. This is Malvika.